സോ നമ്മൾ കമ്മ്യൂണിറ്റി ഇവൻറ്റ്സിനെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമെന്നുള്ള ആലോചിക്കുക. ഒന്ന്, നമ്മൾ ഇവൻറ്റിൻ്റെ ടൈപ്പിനനുസരിച്ച് കുറച്ച് തീംസ് സെറ്റ് ചെയ്യുക. പിന്നെ ഇവൻറ്റ്സിൽ എസ്പെഷ്യലി ഓഫ്ലൈൻ ആക്ടിവിറ്റീസ് മാക്സിമം സെറ്റ് ചെയ്യുക. കാരണം കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻറ്റ്സ് ആകുമ്പോൾ ആൾക്കാരെ എൻകറേജ് ചെയ്യാനും അല്ലെങ്കിൽ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇവൻറ്റ്സും കാര്യങ്ങളോട് സെറ്റ് ചെയ്യുക. ഓൺലൈൻ ഡിജിറ്റൽ ആക്ടിവിറ്റീസും സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു സംഭവം ഡൊണേഷൻസ് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. മിക്കവാറും കമ്മ്യൂണിറ്റി ഇവൻറ്റ്സിൽ കുറേ ആൾക്കാർ ഡൊണേറ്റ് ചെയ്യാൻ റെഡി ആയിരിക്കും. അപ്പോൾ ഈ ഓൺലൈൻ ടിക്കറ്റൊക്കെ സെല് ചെയ്യുന്ന സമയത്ത് ഒരു ഓപ്പൺ ടിക്കറ്റ് പ്രൈസ് വെച്ചിട്ട് ആൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡൊണേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കാം. പിന്നെ ചെയ്യാവുന്ന മിക്കവാറും കമ്മ്യൂണിറ്റി ഇവൻറ്റ്സ് ഒരു ലോക്കലി നടത്തുന്ന കമ്മ്യൂണിറ്റി ഇവൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ നിയർ ബൈ പാർക്സ് അല്ലെങ്കിൽ അങ്ങനത്തെ പബ്ലിക് ഏരിയാസിൽ ബിൽ ബോർഡ്സ് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പോസിബിലിറ്റി നോക്കാവുന്നതാണ്. പിന്നെ നമുക്ക് കമ്മ്യൂണിറ്റി ഇവൻറ്റ്സിൽ വോളണ്ടിയേഴ്സിന് ഈസിലി കിട്ടാവുന്ന ഒരു അവന്യൂ ആയിരിക്കും. അപ്പം വോളണ്ടിയേഴ്സിന് അസൈൻ ചെയ്തിട്ട് മാക്സിമം ഒന്ന് സ്ട്രക്ചേർഡ് ആയിട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മൾ കമ്മ്യൂണിറ്റീസിലോട്ട് കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ വേറൊരു അവന്യൂ ആണ് റെഫറൽ ബേസ്ഡ് ആയിട്ട് റിവാർഡ്സ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു 5 പേര് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ചെറിയ റിവാർഡൊക്കെ കിട്ടുമെങ്കിൽ ലൈക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഗെയിമിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതൽ നമ്മളെ കമ്മ്യൂണിറ്റിനെ പറ്റി അറിയും, അല്ലെങ്കിൽ അത് അങ്ങോട്ട് വരികയും ചെയ്യും. പിന്നെ നേരത്തെ ഞാൻ പേഴ്സണൽ ഇവൻറ്റ്സിലൊക്കെ പറഞ്ഞ മാതിരിയുള്ള മിക്ക സാധനങ്ങളും ഇവിടെയും അപ്ലിക്കബിൾ ആണ്. അപ്പോൾ അത് ആ വീഡിയോ പോയി കാണുക, ഞാൻ ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് മാക്സിമം നിങ്ങൾ കമ്മ്യൂണിറ്റി ഇവൻറ്റ്സ് കളർഫുൾ ആക്കുക. വേറെ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റും ചെയ്യാം.